ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, വളരെയധികം സന്തോഷം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേഡിയേറ്ററിൽ കൂളന്റ് യൂസ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാമെന്ന്. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് വീഡിയോ ലെങ്ത് ആക്കുന്നില്ല. മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂളന്റ് ഒഴിക്കുന്നതിലൂടെ നമ്മുടെ റേഡിയേറ്ററിലും അതുപോലെ തന്നെ റേഡിയേറ്റർ ഹോസുകളിലും മെറ്റൽ ഹോസുകളൊക്കെ വരുന്നുണ്ട്. ആ ഹോസുകളിലും അതുപോലെ തന്നെ എഞ്ചിന്റെ പാസേജുകളിലും ഒക്കെ തുരുമ്പ് വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ തുരുമ്പ് വരുന്നതിലൂടെ നമുക്ക് എഞ്ചിന്റെ ചെറിയ ചെറിയ വാട്ടർ ഡെമ്മികൾ, അതുപോലെ തന്നെ റേഡിയേറ്ററിന്റെ ഹോസുകൾ, മെറ്റൽ ഹോസുകൾ, അതുപോലെ റേഡിയേറ്ററിനകത്തുള്ള സർക്കുലേഷൻ ഇടയ്ക്ക് നമുക്ക് ഈ പറയുന്ന രീതിയിൽ തുരുമ്പ് കയറിയിട്ട് ബ്ലോക്കായി ഓവർ ഹീറ്റ് ആവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം പൂർണ്ണമായിട്ടും കൂളന്റ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ പമ്പ്, വെള്ളം ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക വണ്ടികളിലും വാട്ടർ പമ്പിന് കംപ്ലൈന്റ് ആയിട്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട്. വാട്ടർ പമ്പ് പമ്പിങ്ങിന്റെ പ്രശ്നം കൊണ്ടും അതുപോലെ തന്നെ വാട്ടർ പമ്പിന് സൗണ്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട് നമ്മുടെ അടുത്ത് ഒരുപാട് കസ്റ്റമർ വരാറുണ്ട്. ഇതിനെ ഒരു പരിധി വരെ കൂളന്റ് ഒഴിക്കുന്നതിലൂടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കൂളന്റ് ഒരു ലൂബ്രിക്കൻ്റ് കൂടാണ്, അപ്പോൾ ഇതിന്റെ പ്രവർത്തനത്തിനെ സുഗമമാക്കുന്നു. മൂന്നാമത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ തെർമോസ്റ്റാറ്റ് വാൽവുകൾക്കും അതുപോലെ തന്നെ തെർമോസ്റ്റാറ്റിന്റെ ബോഡിക്കും ഒക്കെ തുരുമ്പ് വരികയും അതിന്റെ പ്രവർത്തനത്തിനെ ഇല്ലാതാക്കുകയും വെള്ളം ലീക്ക് ആവാനുള്ള സാധ്യത ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിലൂടെ നമ്മുടെ വണ്ടി ഓവർ ഹീറ്റ് ആവാൻ, നമ്മൾ പോലും അറിയാതെ യാത്രക്കിടയിൽ വണ്ടി ഓവർ ഹീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജസ് നമ്മുടെ കൂളന്റിനുണ്ട്. അതുപോലെ തന്നെ ഇതിന് ബോയിലിംഗ് ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടാവാനുള്ള ടെൻഡൻസി കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എഞ്ചിനെ നല്ല രീതിയിൽ കൂളിംഗ് കൊടുക്കാനും എഞ്ചിന്റെ ലൈഫ് കൂട്ടാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാതെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു ഇൻഫർമേഷനുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക.